ഇന്ന് ഒക്ടോബർ 11 ഈ ആഴ്ച OTT റിലീസായ സിനിമകളുടെ ഉൾപ്പെടെ 8 OTT അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ആദ്യത്തേത് നെറ്റ്ഫ്ലിക്സിന്റെ കുരുക്ഷേത്ര സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഈ ഹിന്ദി സീരീസ് ഇപ്പോഴത്തെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു, മലയാളം, കന്നഡ ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസായിരിക്കുന്നു. 18 എപ്പിസോഡുകൾ സീരീസിനുണ്ട്. രണ്ടാമത്തേത് മലയാളത്തിൽ നിന്നും OTT റിലീസായ തെളിവ് സഹിതം സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ റെന്റ് ഓപ്ഷനിൽ OTT റിലീസായിട്ടുണ്ട്. മൂന്നാമത്തേത് നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. കിഷ്കിന്ദാപുരി എന്നാണ് സിനിമയുടെ പേര്. അനുപമ പരമേശ്വരൻ കൂടി അഭിനയിച്ച ഈ തെലുഗു ഹൊറർ ത്രില്ലർ സിനിമ ഒക്ടോബർ 17 വൈകിട്ട് 6 മണിക്ക് സി5ലൂടെ OTT റിലീസായിരിക്കുമെന്ന് ഇപ്പോഴത്തെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഇംഗ്ലീഷ് ഭാഷയിൽ വിദേശത്ത് OTT റിലീസായ സിനിമയാണല്ലോ ദി കോഞ്ചറിംഗ് ലാസ്റ്റ് റൈറ്റ്സ്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിലൂടെ തന്നെ ഇംഗ്ലീഷ് ഭാഷയെ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിൽ കൂടി ദി കോഞ്ചറിംഗ് ലാസ്റ്റ് റൈറ്റ്സ് OTT റിലീസായിരിക്കുന്നു. സിനിമ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ, അഭിപ്രായങ്ങൾ പറയൂ. അടുത്തതും ഒരു വിദേശ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് വരുന്നയാഴ്ച ഒക്ടോബർ 16 ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസാകും. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിൽ ലഭ്യമാകുന്നതാണ്. എ പാൻ ഇന്ത്യൻ സ്റ്റോറി മലയാളത്തിൽ നിന്നും മനോരമ മാക്സിലൂടെ OTT റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ്. ചിത്രത്തിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ധർമ്മജൻ, ജോണി ആന്റണി തുടങ്ങിയവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. വീഡിയോയിലെ അവസാനത്തെ 2 അപ്ഡേറ്റുകൾ ഒരുപാട് പേർക്ക് അറിയേണ്ട OG കാന്താര 2 അപ്ഡേറ്റുകളാണ്. അതിൽ OG എന്ന തെലുഗു സിനിമയിലേക്ക് വരികയാണെങ്കിൽ പവൻ കല്യാൺ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി കൃത്യം 1 മാസത്തിനുള്ളിൽ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസാകും. അങ്ങനെയെങ്കിൽ സെപ്റ്റംബർ 25 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഈ വരുന്ന ഒക്ടോബർ 23 നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസാകും. മലയാളത്തിലും OG എന്ന സിനിമ OTT റിലീസാകുന്നതാണ്. അതേസമയം കന്നഡയിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി വലിയ വിജയം നേടിയെടുത്ത കാന്താര ചാപ്റ്റർ 1 ഒക്ടോബർ ആദ്യ ആഴ്ചയാണല്ലോ തിയേറ്ററുകളിലേക്ക് എത്തിയത്. വൻതുകയ്ക്ക് ആമസോൺ പ്രൈം സ്വന്തമാക്കിയ സിനിമ ഹിന്ദി ഒഴികെയുള്ള മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ നവംബർ മാസം ആദ്യ 2 ആഴ്ചകളോടെ OTT റിലീസാകുന്നതാണ്. ഹിന്ദിയിൽ സിനിമ ഡിസംബറിലെ OTT റിലീസാകുകയുള്ളൂ. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT വാർത്തകൾക്ക്.